സഖാക്കളെ സഭ്യരാവും. നമുക്ക് സലാമത്താക്കാം. രാഷ്ട്രീയ ശത്രുവായ രാമദേവന്റെ മകളും അമ്പലവാസിയുമായ ദേവികയോട് സഖാവ് ശ്രീഹരിക്ക് പ്രണയം എന്ന ആരോപണം കമ്മിറ്റിക്ക് മുന്നിലെത്തി. ആചാരങ്ങളെ കട്ടക്കെതിർക്കുകയും ഒരു മഴ വന്നാൽ പോലും അമ്പലമതിലിൻ്റെ അകത്ത് കയറി നിൽക്കാത്ത ഹരിക്ക് വേണ്ടി ഞാൻ വാദിച്ചു. വാദം കലഹമായി. ഹരി കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആൽത്തറയിൽ ചെന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന അവനെ സമാധാനിപ്പിക്കാനായിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അപ്പോഴാണ് അവൻ പറയുന്നത് അവന് ചെറിയൊരിഷ്ടം അവളോടുണ്ടെന്ന്. എൻ്റെ വാദം വെള്ളത്തിലായി. ഇത് കേട്ടെൻ്റെ കിളി പോയോണ്ടും നല്ല മഴക്കോളുള്ളതുകൊണ്ടും നമുക്കിത് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. ഹരി, മഴ വരുന്നുണ്ട്, വീട്ടിൽ പോടാ. നീ അമ്പലത്തിലേക്കൊന്നും ഓടി കയറല്ലേ? അജാതി ഡയലോഗാണ് ഞാൻ കമ്മിറ്റിയിൽ അടിച്ചിരിക്കുന്നത്. എന്താണെന്നറിയില്ല, അവൻ അമ്പലത്തിലേക്ക് തന്നെ ഓടിക്കയറി. ഇനി കണ്ടറിയാം. മിഴികളിൽ വിടരൂനി മൊഴികളിൽ നിറയൂനി ആരോരുമറിയാതെ ആത്മാവിലണയൂനി. മിഴികളിൽ വിടരൂനി മൊഴികളിൽ നിറയൂനി ആരോരുമറിയാതെ ആത്മാവിലണയൂ. ഗന്ധർവൻ തേടുന്നൊരാകാശകന്യകെ മിഴികളിൽ വിടരൂനി മൊഴികളിൽ നിറയൂനി ആരോരുമറിയാതെ ആത്മാവിലണയൂനി. ഹൃദയവേദിയിൽ ഉണരൂനി എൻ ജീവതാളമായി ചിലമ്പണിയൂ. നിറയൂനി എൻ ഹൃദയ തന്തികളിൽ പ്രണയധാരയായി ഒഴുകി വരൂ. എന്നേഴു ജന്മങ്ങൾ ചേർന്നു പാടുവാൻ ഏഴു രാഗമായി പുനർജനിക്കു നീ. മിഴികളിൽ വിടരൂനി മൊഴികളിൽ നിറയൂനി ആരോരുമറിയാതെ ആത്മാവിലണയൂനി. ജപിച്ചിടാം നിന്നെ എൻ ജന്മങ്ങളിൽ, എൻ പാതിയിൽ പങ്കിടാം പുണ്യങ്ങളായി. നിന്നിത്രയിൽ താളമായി കൂട്ടിരിക്കാം. പ്രാണനിൽ തിരിയിടും വെൺവിളക്കിലെൻ നിറദീപമായി നീ നറുനേദ്യമായിടും. എൻ ജന്മാന്തരങ്ങളിൽ സുഹൃതമായിടും. മിഴികളിൽ